ഒരു ഫീഡിംഗ് മദർ എന്നുള്ള നിലയിൽ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിനെ കുറിച്ച് കാര്യങ്ങൾ പറയാതെ പോയാൽ എങ്ങനെ ശരിയാവും? ഈ വർഷത്തെ തീമിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിംഗ്, ക്രിയേറ്റ് എ സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റം. അതെ, സപ്പോർട്ട് സിസ്റ്റം അതുണ്ടാവുക എന്നുള്ളത് വളരെ മികച്ച ഒരു ടോപ്പിക് തന്നെയാണ്. ഫ്രം ദ ഏർലി സ്റ്റേജ് തൊട്ട് അമ്മ മെൻ്റലി ഓക്കെ ആവുന്നത് വരെയെങ്കിലും കുറഞ്ഞത്, അതിനുശേഷം ആ അമ്മയുടെ ആവശ്യാനുസരണവും. എൻ്റെ ഒരു ജേർണിയിൽ പ്രീനെറ്റൽ സ്റ്റേജിൽ ഞാൻ ഏറ്റവും ഷൈ ആയിട്ട് ഫീൽ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു, ബാക്കിയൊക്കെ ഓക്കെ, ഞാൻ എങ്ങനെ പാൽ കൊടുക്കും? ഡെലിവറി റൂമിൽ നേഴ്സ് എവിടുന്നോ ഓടി വന്ന് കുഞ്ഞിനെ എൻ്റെ അടുത്തുനിന്ന് എൻ്റെ അനുവാദമില്ലാതെ ഫീഡ് ചെയ്യിപ്പിച്ചപ്പോൾ ആ ഷൈനസ് ഒക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ പോയവരുടെയും വന്നവരുടെയും ഉപദേശവും നിർദ്ദേശവും യാതൊരു അടിസ്ഥാനമില്ലാത്ത എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലുമായിരുന്നു സഹിക്കാൻ പറ്റാത്തത്. ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിൽ എനിക്ക് എൻ്റെ ഫൈനൽ ഡിസിഷൻ വാതുറന്ന് പറയാൻ പറ്റുന്ന എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് ഞാൻ ഇത്രയും നിർദ്ദേശങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ, അല്ലെ വന്നിട്ടുണ്ടെങ്കിൽ, അതിന് പ്രിവിലേജ് ഇല്ലാത്തൊരു സ്ത്രീ എന്തുമാത്രം കേൾക്കുന്നുണ്ടാവും? കൊച്ചു മെലിഞ്ഞാലും തടി വെച്ചിരുന്നാലും അമ്മയും മുലപ്പാലിനെയും കുറ്റം പറയുന്ന ആൾക്കാർ, അവരെയൊക്കെ മറികടന്ന് സ്വന്തം ശരീരത്തെ വിശ്വസിക്കുക എന്നുള്ള വലിയ കടമ്പ. അതാണ് അമ്മമാർ ശരിക്കും അനുഭവിക്കുന്ന റിയൽ ചലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഉറക്കം സാക്രിഫൈസ് ചെയ്യൽ, അടക്കാനാവാത്ത വിശപ്പ്, പാൽ കൊടുക്കാനിരിക്കുമ്പോൾ കറക്റ്റ് പൊസിഷനിലല്ലെങ്കിൽ അനുഭവപ്പെടുന്ന പുറം നടുവേദന, ഇതൊന്നും കേൾക്കാനോ കാണാനോ ആളില്ലാത്ത അമ്മമാർ, അവർക്ക് വേണ്ടി കൂടിയുള്ള ശബ്ദമാണിത്. മാതൃത്വം പുനിതമാനത്, സാക്രിഫൈസ്, അത് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അവർ കടന്നു പോകുന്ന റിയൽ പെയിൻ കുട്ടികളല്ല ഭാവിയിൽ തിരിച്ചറിയേണ്ടത്, ഇപ്പം കൂടെയുള്ളവരാണ്. എന്താ അങ്ങനെയല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ബൈ.